ഒരു മിസ് കോൾ കൊടുത്താൽ മാത്രം മതി വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വളരെ കുറഞ്ഞ പ്രോസസ്സിംഗ് ടൈമിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ നേടാൻ സാധിക്കും. ഈ വർഷം ഫെബ്രുവരി 16-ാം തീയതി ലോഞ്ചായ SBIയുടെ ന്യൂ ലോൺ സ്കീമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SBIയുടെ ഈ ലോൺ നേടാൻ ആർക്കൊക്കെയാണ് സാധിക്കുന്നത്, ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, ഏത് നമ്പറിലാണ് മിസ് കോൾ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ജീവിതത്തിൽ പണത്തിന് എപ്പോഴാണ് ആവശ്യം വരിക എന്നത് ആർക്കും പറയാനാകില്ല. ചിലപ്പോൾ എന്തെങ്കിലും വിവാഹം ആവശ്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി, മെഡിക്കൽ എമർജൻസി ആകാം, അതുമല്ലെങ്കിൽ വീട് പണിയാനാകാം. എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് അത്യാവശ്യമായി പല സമയങ്ങളിലും പണം ആവശ്യമായി വരാറുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. പലിശ നിരക്ക് അല്പം കൂടുതലാണെങ്കിലും നമ്മളുടെ എമർജൻസി ആ ഒരു ടൈമിൽ, ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു പേഴ്സണൽ ലോണിനെ അന്വേഷിച്ച് പോകാറുണ്ട്. എന്നാൽ ചിലർ വളരെ പെട്ടെന്ന് പണം കിട്ടുന്നതിനായി വ്യാജ ലോൺ ആപ്പുകളെ ആശ്രയിക്കുകയും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കാൻ സാധിക്കാതെ പലരും കുടുങ്ങി പോകുന്ന അവസ്ഥകളും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് വിദഗ്ധർ പറയുന്നത് ലോണുകൾക്കായി എപ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളെ സമീപിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ്. വെറും ഒരു മിസ്ഡ് കോൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കും. വിവാഹം, കുടുംബത്തോടൊപ്പമുള്ള യാത്ര, അത്യാവശ്യ ഘട്ടങ്ങൾ, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനായി എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഈ ഒരു ലോൺ എടുക്കാവുന്നതാണ്. ബാങ്കിൽ കയറി ഇറങ്ങാതെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് വേഗത്തിൽ ഈ ഒരു ലോൺ നേടിയെടുക്കാൻ സാധിക്കും. ഫെബ്രുവരി 16-ാം തീയതി മുതലാണ് ഈ ഒരു സേവനം നിലവിൽ വന്നത്. ഇനി നമുക്ക് SBI പേഴ്സണൽ ലോണിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ലോണിലൂടെ നമുക്ക് ലഭിക്കുന്ന തുക 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. പലിശ നിരക്ക് പ്രതിവർഷം 10.05% മുതലാണ് ആരംഭിക്കുന്നത്. മറ്റു ബാങ്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പലിശ നിരക്ക് വളരെ കുറവാണ്. ഈ ഒരു ലോണിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇതൊരു നോൺ കൊളാട്രൽ ലോൺ ആണ്. അതായത് നമ്മൾക്ക് ഈടൊന്നും നൽകാതെ തന്നെ ലോൺ നേടാൻ സാധിക്കും. പലർക്കും ലോൺ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പല സാഹചര്യങ്ങളും കൊളാട്രൽ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലർക്കും കൊളാട്രൽ നൽകുന്നതിനായി അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ എമർജൻസി പീരീഡിൽ ലോൺ എടുക്കാനും സാധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ SBIയുടെ ഈ ഒരു പുതിയ ലോണിലൂടെ നമുക്ക് കൊളാട്രൽ ഒന്നും നൽകാതെ തന്നെ 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കും. കൊളാട്രൽ ഫ്രീ മാത്രമല്ല, പേപ്പർ വർക്കുകളും പ്രോസസിംഗ് ചാർജും വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പുതിയൊരു ലോൺ എടുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിന് ഉത്തരവ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓൾറെഡി ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ലോൺ കൂടി എടുക്കാനും സാധിക്കും. ഇനി ഈ ഒരു ലോണിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്ന് നോക്കാം. 6 മാസം മുതൽ 7 വർഷം, അതായത് 84 മാസമാണ് ഈ ഒരു ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധിയായി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലോണിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ജോലിയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നത്. പ്രധാനമായും എന്തെങ്കിലും ഒരു വരുമാനമുള്ള വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക്, പ്രതിരോധം അല്ലെങ്കിൽ റെയിൽവേ ജീവനക്കാർ, അതുമല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു ലോണിനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് സാലറി വരുന്ന അക്കൗണ്ട് SBI അക്കൗണ്ട് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വരുമാനം ആ ഒരു അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു അക്കൗണ്ട് SBI അക്കൗണ്ട് ആയിരിക്കണം എന്നത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സ്വകാര്യ കമ്പനി ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ലോണിനായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 21 വയസ്സ് മുതൽ
മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു ലോണിനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് നിയമപ്രകാരം വയസ്സിൽ ഇളവുണ്ടായിരിക്കും. ഇനി നമുക്ക് എത്ര സാലറി വരെ ഉള്ളവർക്കാണ് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. സർക്കാർ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതിമാസം 20,000 രൂപ വരെ സാലറി ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 25,000 രൂപയെങ്കിലും സാലറി ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ലോണിന് അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സിബിൽ സ്കോറും നല്ല രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ലോൺ നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ രേഖകൾ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ 6 മാസത്തെ സാലറി സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ എംപ്ലോയി ID നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐഡിയും ഈ ഒരു ലോണിന് അപേക്ഷിക്കുന്നതിനായി ആവശ്യമുണ്ടായിരിക്കും. ITR അല്ലെങ്കിൽ ഫോം 16 ആവശ്യമാണ്. അത് നിങ്ങൾ എടുക്കുന്ന എമൗണ്ടിനെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ആവശ്യം വരും, ചിലർക്ക് അത് ആവശ്യം വരില്ല. നിങ്ങൾക്ക് സാലറി വരുന്ന അക്കൗണ്ടിന്റെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ആവശ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, പ്രതിരോധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പ്ലാറ്റിനം ഓർ റോഡിയം സാലറി പാക്കേജ് ഉള്ളവർക്കും പ്രോസസിംഗ് ഫീ ഇല്ല. മറ്റുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ 800-ന് മുകളിലാണെങ്കിൽ പ്രോസസിംഗ് ഫീസിൽ നിങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ലോണിനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ നമ്മൾ എല്ലാവരും ഒരു ലോൺ ആപ്ലിക്കേഷന് വേണ്ടി ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നു. ഫസ്റ്റ് ദിവസം പോയി എങ്ങനെയാണ് ലോൺ, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് അറിയുന്നു. അതിനുശേഷം ഓരോ ദിവസവും ഡോക്യുമെന്റ്സ് നൽകുന്നു. അങ്ങനെ ഓരോ തവണയും നമ്മൾ ബാങ്കിൽ കയറി ഇറങ്ങുമ്പോഴാണ് നമുക്കൊരു ലോൺ ലഭിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ഈ ഒരു പുതിയ ലോൺ സ്കീമിലൂടെ. നിങ്ങളുടെ ലോൺ അപേക്ഷയ്ക്കായി നിങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മിസ് കോൾ നൽകിയാൽ മാത്രം മതി നിങ്ങൾക്ക് SBIയിൽ നിന്ന് 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള ലോൺ നേടാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മിസ് കോൾ നൽകുന്നതിനുള്ള നമ്പർ എന്താണെന്നുള്ള സംശയം നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആ ഒരു നമ്പർ ആണ്. 7289333142 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മിസ് കോൾ നൽകേണ്ടത്. 18001234 എന്ന കസ്റ്റമർ കെയർ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു 2 മാർഗത്തിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ലഭിച്ചില്ലെങ്കിൽ മൂന്നാമതൊരു മാർഗം കൂടിയുണ്ട്. 7289333145 എന്ന നമ്പറിൽ പേഴ്സണൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ മിസ് കോൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് അവരുടെ ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിക്കുകയും അവർ ഈ ഒരു ലോണിനെ കുറിച്ച് വിശദമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് എല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ വ്യാജ ആപ്പുകളെ ഒന്നും വിശ്വസിക്കരുത്. സർക്കാർ അംഗീകൃതമല്ലാത്ത ഒരു ആപ്പുകളിലും പോയി തല വയ്ക്കരുത്. അവർ അധികമായി പലിശ വാങ്ങുകയും നിങ്ങൾ അതിൽ കുടുങ്ങി പോവുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ അംഗീകൃതമായ ബാങ്കുകളിൽ നിന്ന് മാത്രം പേഴ്സണൽ ലോണുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SBIയുടെ ഈ ഒരു പുതിയ ബാങ്ക് ലോൺ സ്കീം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. എങ്ങനെയാണ് ഒരു മിസ് കോളിലൂടെ പേഴ്സണൽ ലോൺ നേടാൻ സാധിക്കുക എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായ ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.